ഹിസാബിൻ്റെ ദിവസം ഏറ്റവും കടുത്ത നിരാശയിൽ ഉണ്ടാകുന്നത് ശിർക്കിലും കുഫറിലും അകപ്പെട്ടവരാണ്. അവരെക്കാൾ നിങ്ങൾ ചിന്തിക്കൂ, നരകം അവരുടെ മുന്നിലുണ്ട്. തകാദു തമയ്യസു മിനൽ ഗൈദ്, കോപം കൊണ്ട് അത് പൊട്ടിത്തെറിക്കാനായിരിക്കുന്നു. ഇതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് അവനോട് പറയണം, ശിർക്ക് ചെയ്തവൻ്റെ അവസ്ഥ എന്താണ്? സ്വർഗം ഇനി അവൻ്റെ പ്രതീക്ഷയിൽ എവിടെയുമില്ല. അള്ളാഹു അവൻ ഒരു കാര്യവും പുറത്തു കൊടുക്കാനിരിക്കുന്നില്ല, ഒരു നന്മയും സ്വീകരിക്കപ്പെടുന്നില്ല. ഇനി അവസാനമില്ലാതെ ഇതിലേക്കാണ് പ്രവേശിക്കുന്നത്. അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? നരകത്തിന് മുൻപിൽ നിൽക്കുന്ന അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇസ്ലാമിലല്ലാതെ മരിച്ചു. അള്ളാഹു ഖുർആനിൽ പറയാണ്, വഖീല ലഹും ഐനമാ കുൻതും തഅബുദൂന മിൻ ദൂനില്ലാഹ്. അവരോട് നാളെ ചോദിക്കപ്പെടുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, കുഫാറുകൾക്കുള്ള വിചാരണ എന്ന് പറയുന്നത് അവരോട് നന്മയും തിന്മയും ചോദിക്കുന്നതല്ല, അവർ ചെയ്ത അമലുകൾ കാണിച്ചു കൊടുക്കും. ഇതെല്ലാം നീ ചെയ്തിട്ടുണ്ട്, നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകും. ഇതല്ലാതെ നന്മയും തിന്മയും തൂക്കി നോക്കുക എന്നത് കുഫാറുകൾക്കില്ല. മുശ്രിക്കീങ്ങൾക്ക് അവിടെ ആ അർത്ഥത്തിലുള്ള വിചാരണ ഇല്ല തന്നെ. ചെയ്തത് കാണിച്ചു കൊടുക്കും. അള്ളാഹു പറയണം, അവരോട് ചോദിക്കപ്പെടും, ഐനമാ കുൻതും തഅബുദൂന മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നതെല്ലാം ഇപ്പോൾ ഹൽ യൻസുറൂനകും ഔ യൻതസിറൂൻ. ഹൽ യൻസുറൂനകും, അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, അന്ത്യനാളിൽ മനുഷ്യൻ ശിർക്ക് ചെയ്തിട്ട് വന്നെത്തുന്ന ഒരാളുടെ കാര്യം എന്താണ്? ഇന്ന് ആളുകൾ പറയുന്നു നോക്കൂ, മുസ്ലിം പേരുള്ള ആൾക്കാർ പറയുന്നു നോക്കൂ, ശിർക്ക് ചെയ്തിട്ട് പരലോകത്തെത്തി നമുക്ക് ഇവരുണ്ടാവും അവരുണ്ടാവും. ഹൽ യൻസുറൂനകും, അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? അം യൻതസിറൂൻ, സഹായത്തിനായി അങ്ങോട്ടും ഇങ്ങോട്ട് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ?